വിശ്വാസത്തിൽ ഞാൻ മുമ്പിലേക്ക് പോവുകയാണ്. നമുക്ക് ഹല്ലേലൂയ, കർത്താവിന്റെ ശബ്ദം വളരെ വിലപ്പെട്ടതാണ്. നമ്മോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നമുക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ. നമുക്ക് വേദപുസ്തകം തുറന്ന് 34-ാമത്തെ സങ്കീർത്തനം അതിന്റെ 18-19 വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കേണ്ടത്. 34-ാമത്തെ സങ്കീർത്തനം 18-19 വാക്യങ്ങൾ വളരെ സുപരിതമായ വാക്യങ്ങളാണ്. അതിനകത്തു നിന്ന് ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ തന്നെ അത് വായിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ ജീവനോടെ കാക്കുന്നു. ഈ വാക്യമാണ് നമുക്ക് ചിന്തിപ്പാൻ ആധാരമായി ദൈവം തന്നത്. സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു സ്തോത്രമൊക്കെ പറഞ്ഞാൽ എന്നെ നിങ്ങൾ കേൾക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകും. നമ്മുടെ ഇതിന്റെ നെറ്റിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വാക്യം വായിക്കുമ്പോൾ നമ്മോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സംസാരിപ്പാനുള്ള കാര്യം ഓരോ വ്യക്തികളായി അതുകൂടെ ഏറ്റെടുക്കുമ്പോൾ വ്യക്തിപരമായിട്ട് നിങ്ങളോട് സംസാരിപ്പാൻ വളരെ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യന്റെ അനുഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരു മനുഷ്യൻ പറയുന്ന അനുഭവമാണ്. താൻ ദൈവത്തെ രുചിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് തനിക്കുള്ള അറിവാണ്. ഹൃദയം നുറുങ്ങിയാൽ സമീപത്ത് വരുന്ന, മനസ്സ് തകർന്നാൽ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കിത് കാണാതെ അറിയാം. സ്തോത്രം. എല്ലാവരും ഉരുവിടുന്ന വാക്യമാണെങ്കിലും എന്റെ ചോദ്യം ഇതാണ്. പ്രാരംഭമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഈ ദൈവത്തെ ഇങ്ങനെ അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുള്ളത്? ഹൃദയം നുറുങ്ങിയപ്പോൾ സമീപത്ത് വന്ന അനുഭവം, മനസ്സ് തകർന്നപ്പോൾ കർത്താവ് രക്ഷിച്ച അനുഭവങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. പലരും ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തകരുമ്പോൾ, വലിയ വെല്ലുവിളികളുടെ മധ്യത്തിൽ അവർ ഇടറിപ്പോകുമ്പോൾ, അതുവരെ പ്രസംഗിച്ചവർ, പാടിയവർ, പ്രാർത്ഥിച്ചവർ, വിശ്വസിച്ചവർ പലരും വലിയ വെല്ലുവിളികൾ വരുമ്പോൾ, ഹൃദയം തകരുന്ന അനുഭവങ്ങൾ വരുമ്പോൾ അവർ ദൈവത്തെ വിട്ട് മാറുകയോ ജീവിതം അവസാനിപ്പിക്കുകയോ ശുശ്രൂഷ നിർത്തുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തന്നെ സർവശക്തനായ ദൈവം ഹൃദയം നുറുങ്ങിയാൽ അരികത്ത് വരുമെന്നും മനസ്സ് തകർന്നാൽ രക്ഷിക്കുമെന്നും ഒരു അഭിഷക്തൻ പറയുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്കും ഇത് പറയാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമാകുന്നത്. ഒരു സന്തോഷം ഞാൻ പറയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആര് തകർന്ന് ഉടഞ്ഞ് ഇന്ന് രാത്രി എന്നെ കേട്ടാലും, ഹൃദയം ഉറക്കത്തോടെ ഇരുന്നാലും, മനസ്സ് തകർന്നിരുന്നാലും രക്ഷിപ്പാനായിട്ടാണ് കർത്താവ് ദൂത് കൈമാറുന്നത്. ചിലരെ ആശ്വസിപ്പിക്കുന്ന, ചിലരുടെ ഹൃദയത്തിന്റെ നുറുക്കത്തെ മാറ്റുന്ന, മുറിവുകളെ ഉണക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ രാത്രി മാറും എന്നതിന് തർക്കമില്ല. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഞാൻ പറയുന്നു, ഹൃദയത്തിന്റെ വേദനയോടെ ഇരിക്കുന്നെങ്കിൽ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കരുത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്. അവർക്ക് നമ്മെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഹൃദയം നുറുക്കവും മനസ്സ് തകർന്നതും നമ്മൾ ഹല്ലേലൂയ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന വിഷയമാണ്, നമ്മുടെ അകത്ത് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയും കുറച്ചുകൂടെ ഒരുമിച്ചിരുന്ന് സന്ദേശം പറയുകയും, ഞാൻ ഈ സന്ദേശം പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു. എന്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരുന്നാൽ ആർക്കും കാണാൻ. നമ്മൾ തകർന്നിരിക്കുമ്പോഴും പലപ്പോഴും നമ്മളോട് പലരും ക്രൂരമായിട്ട് പെരുമാറുന്നത്. ഞാൻ ശാന്തമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരുന്നാൽ നിങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആൾക്കാർ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ ഹൃദയത്തിന്റെ വേദന അവർ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ അവർ പറയത്തില്ലായിരുന്നു, എന്റെ ഹൃദയത്തിന്റെ വേദന കണ്ടിരുന്നെങ്കിൽ അവരങ്ങനെ പ്രവർത്തിക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാരണം നമ്മുടെ ഹൃദയം തകർന്നിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല മനുഷ്യരിൽ നിന്ന് വരുന്നത്. കാരണം അവർക്ക് നമ്മുടെ ഹൃദയത്തിന്റെ വേദനയോ സങ്കടമോ അറിയത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഭർത്താവ് പെരുമാറുന്നത്, ഭാര്യ പെരുമാറുന്നത്, ശുശ്രൂഷകൻ പെരുമാറുന്നത്, ഒത്തിരി വിഷയങ്ങൾ അങ്ങനെയുണ്ട്. ഹന്നായുടെ കണ്ണുനീരിന്റെ മുമ്പിൽ ഏലി ആ ഹൃദയവേദന അറിയാതെ സംസാരിച്ചതുപോലെ പൂർണ്ണമായിട്ട് നമ്മൾ തകരത്തക്കവണ്ണം പ്രതികരിക്കുന്ന അനുഭവങ്ങളുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴമായ വേദന അവർക്ക് കാണാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ സങ്കടം അവർക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരുമിച്ച് പാർക്കുന്നവർ പോലും പലപ്പോഴും മുറിവേൽപ്പിക്കുന്നത് നമുക്ക്
കാണാൻ പറ്റും. എന്നാൽ സ്തോത്രം, നമ്മുടെ ഹൃദയം തകർന്നാൽ, ഹൃദയത്തിന് നുറുക്കം വന്നാൽ, വചനം പറയുന്ന കർത്താവ് അരികിൽ വരും, കർത്താവ് ഹൃദയത്തിന്റെ മുറിവിനെ ഉണക്കും എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള സന്തോഷം, ഏത് സാഹചര്യത്തിൽ ഹൃദയം തകർന്നാലും ആരും കാണാത്ത നിന്റെ ഹൃദയത്തിന്റെ തകർച്ചയും നിന്റെ ഹൃദയത്തിന്റെ മുറിവും കാണാൻ പറ്റുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. ആ ദൈവത്തിന് മാത്രമേ അത് കാണാൻ പറ്റൂ. നീ ഏത് ഒറ്റപ്പെടലിരുന്ന് കരഞ്ഞാലും ആ വേദന കാണാനും, കാണുക മാത്രമല്ല അരികിൽ വന്ന് നിന്റെ മുറിവ് ഉണക്കി തരുവാനും കഴിയുന്ന ഒരു ദൈവമുണ്ട്. കാരണം ആ ദൈവത്തിന് മാത്രമേ ഇത് കഴിയത്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദൈവം മാത്രമേ എൻ്റെ ഹൃദയത്തിന്റെ വേദന കാണുന്നുള്ളൂ എന്ന് സ്തോത്രം വ്യക്തതയോടെ തിരിച്ചറിയണം. നിങ്ങൾ ഈ രാത്രി തകർന്നിരിക്കുന്നു, ചിരിച്ച മുഖത്തോടെ ഇരിക്കുമ്പോഴും ഹൃദയത്തിന്റെ അകത്ത് എവിടെയൊക്കെയോ കിടക്കുന്ന വേദന നമുക്ക് ഒരുപക്ഷെ മനസ്സിലാകത്തില്ല. ദൈവം ചിലപ്പോ വെളിപ്പെടുത്തിയാൽ മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും, പക്ഷെ അല്ല എങ്കിൽ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഈ സന്ദേശം വരുമ്പോൾ ഏതോ തകർന്ന അനുഭവത്തിൽ നിന്റെ ജീവിതം ഉണ്ടെങ്കിൽ, നിന്റെ ഹൃദയം അറിയുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞ് നീ ദൈവത്തിൽ ആശ്രയിക്കണം. ലോക മനുഷ്യർ അങ്ങനെ ഒരു ദൈവം ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ, സഹായിപ്പാൻ ആരുമില്ലെന്ന് അറിയുമ്പോൾ, തകർന്ന ഹൃദയവുമായി ജീവിക്കാൻ മടിച്ചിട്ടാണ് പലരും ജീവിതത്തെ അവസാനിപ്പിക്കുന്നത്. പലരും ദൈവത്തെ മറന്നോടുന്നതൊക്കെ ആ സാന്നിധ്യം, ആ അനുഭവത്തിൽ തന്റെ തകർച്ചയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏത് വേദനയിലിരുന്നാലും, എത്ര പ്രതിസന്ധിയുടെ കണ്ണുനീരോടെ ഇരുന്നാലും ദൈവം അത് അറിയുന്നു എന്ന് ഈ രാത്രി പറയുമ്പോൾ, സന്തോഷമുള്ളവർ ചേർന്ന് നിങ്ങളുടെ ഹല്ലേലൂയ കരം ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അത് വളരെ ഹല്ലേലൂയ ചെറിയ ഒരു ആലോചന പോലെ നമ്മുടെ ഹൃദയത്തിൽ തോന്നുമെങ്കിലും വളരെ ശ്രദ്ധിച്ചിരുന്നാൽ, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അകത്തൊരു വിടുതൽ നടക്കണമെന്നാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത്, പ്രാർത്ഥനാ ജീവിതത്തിൽ പോലും ഒരു മാറ്റം വരണം. ഹൃദയം തകർന്നിരുന്നാൽ, മനസ്സ് നുറുങ്ങിയിരുന്നാൽ, ബൈബിൾ പറയുന്നത് പോലെ നുറുങ്ങിയിരുന്നാൽ നമ്മുടെ വ്യക്തിത്വം പോലും നഷ്ടപ്പെടും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് മുന്നേറാൻ പറ്റത്തില്ല. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നു എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആ സമയത്ത് ലഭിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഓട്ടം, നമ്മുടെ ജീവിതം തളരാതെ പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സർവശക്തനായ ഒരു ദൈവം നിനക്കുണ്ട്. നിന്നെ അറിയുന്ന, നിന്റെ കണ്ണുനീർ കാണുന്ന, വേദന കാണുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അത് കാണുക മാത്രമല്ല നിന്റെ അരികിൽ വരും, വന്നിട്ട് തോളത്ത് തട്ടി പോകച്ചില്ല, ആ ഹൃദയത്തിനേറ്റ മുറിവിനെ ഉണക്കി നിന്നെ ആശ്വസിപ്പിച്ച് ഈ രാത്രി ഈ സെക്ഷൻ അവസാനിപ്പിക്കത്തുള്ളൂ. കർത്താവ് അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, മറ്റാരോടും പറയരുത്. ഒരു ശുശ്രൂഷകനായ എന്റെ വേദന ഞാൻ എത്ര നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവസന്നിധിയിൽ അതിന് പരിഹാരം ഉണ്ടെന്ന് അറിഞ്ഞ് ചില വേദനകൾ, ചില സങ്കടങ്ങൾ ഏറിയ കാലം കൊണ്ട്, ഏറിയ നാളുകൾ കൊണ്ട് തകർന്ന ഹൃദയത്തോടെ ഇരിക്കുന്ന ചിലരെ ദൈവം മുറിവ് ഉണക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യെശയ്യാപ്രവചനം 61-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് ഹല്ലേലൂയ ദൈവത്തെക്കുറിച്ചുള്ള പ്രവചന ഭാഗമാണ്. സ്തോത്രം. അതിന്റെ അകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക്, നിങ്ങൾക്ക് പുസ്തകം എടുക്കണം എന്നുള്ളവർക്ക് ആ ഭാഗങ്ങൾ എടുക്കാം. പക്ഷേ നമുക്കറിയാം, ഞാനത് ഓടിച്ചു പറഞ്ഞു പോകാം. നമുക്ക് ലഭ്യമായിരിക്കുന്ന ആ സമയത്തിന്റെ അകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. അതിന്റെ അകത്ത് യേശു കർത്താവിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ കുറിച്ച്, ദൈവം യേശുവിനെ അഭിഷേകം ചെയ്ത ഭാഗം, കുറെ കാര്യങ്ങൾ അവിടെ പറയുക. നമുക്കൊത്തിരി ആശ്വാസം വരുന്ന കാര്യം അതിൽ വളരെ വ്യക്തതയോടെ പറയുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാൻ യഹോവയുടെ ആത്മാവ് യേശുവിന്റെ മേൽ ആവസിക്കുന്നു, ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറേയേറെ കർത്താവിന്റെ ശുശ്രൂഷകൾ, നമുക്കതെല്ലാം വിശദീകരിപ്പാൻ സമയമില്ലാത്തത് കൊണ്ട് ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു കർത്താവിനെ ദൈവം അഭിഷേകം ചെയ്തത് ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാനാണ്. ഇത് ഹല്ലേലൂയ ഞാൻ മനസ്സിലാക്കുന്നത്, എത്ര പേർ ഈ വചനം, അല്ലെങ്കിൽ എത്ര പേർ ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കുന്നു എന്നറിയത്തില്ല. എത്ര ക്രിസ്ത്യാനികളാണ് അങ്ങനെ ഹല്ലേലൂയ യേശു കർത്താവ് തന്റെ തകർന്ന ഹൃദയത്തെ മുറിവ് കെട്ടിയതൊക്കെ വ്യക്തതയോടെ ഈ അഭിഷക്തൻ പറയുന്നത് പോലെ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. പലരും നിരാശ വരുമ്പോൾ ആ നിരാശയിൽ തന്നെ ജീവിച്ച് കാലം പോക്കുന്നവരുണ്ട്. പക്ഷെ ചിലരൊക്കെ ജയാളികളായി വളരെ ശക്തിയോടെ അവരുടെ കഷ്ടത അതിജീവിച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ സ്തോത്രം വളരെ വ്യക്തതയോടെ തിരിച്ചറിയണം, നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ മുറിവ് കെട്ടാൻ കഴിയുന്നവന്. യേശു കർത്താവിനെ ദൈവം അഭിഷേകം ചെയ്തു. അതിനകത്തുള്ള ആശ്ചര്യം അതാണ്. തകർന്ന ഹൃദയത്തോടെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. വേദന വരുന്ന അനുഭവങ്ങൾ മനുഷ്യനുണ്ടാകും. ചിലരൊക്കെ പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്നത് പോലെ ഒരു പട്ടമത്തയുടെ അനുഭവം ഒന്നുമല്ല ക്രിസ്തീയ ജീവിതം എന്ന് തിരിച്ചറിയണം. ഈ ആയുസിന്റെ അകത്ത്, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലെ അല്പ ആയുസിന്റെ അകത്ത്
പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ജീവിതം തകർച്ചയിലൂടെ, ഹൃദയത്തിന്റെ വേദനയിലൂടെ ഒക്കെ ജീവിക്കേണ്ടി വരും. ഏറ്റവും പ്രധാനം, ഹൃദയം മുറിയാനുള്ള ഏറ്റവും പ്രധാന കാരണം മനുഷ്യരുടെ വാക്കുകളായിരിക്കാം, ചില മനുഷ്യരുടെ പ്രവൃത്തികളായിരിക്കാം. ബൈബിൾ പഠിച്ചാൽ ഒത്തിരി വിഷയങ്ങൾ നിങ്ങൾക്ക് കിട്ടാം. ഹൃദയം തകർന്നു പോകുന്ന അനുഭവം. പക്ഷെ ഹൃദയം തകർന്നവരെ മുറിവ് കിട്ടാൻ യേശു കർത്താവിന്റെ ദൈവം അഭിഷേകം ചെയ്ത് അയച്ചു. ഈ രാത്രിയിലും യേശുവിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാം, ഏത് തകർന്നിരിക്കുന്ന അനുഭവത്തിലും ഇതുപോലെ നിങ്ങളെ പണിയാൻ പറ്റുന്ന ഒരു കർത്താവില്ല. ആ ദൈവം നിങ്ങളെ ഇന്ന് രാത്രി തൊടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ണുനീരോടെ ദൈവസനിൽ കരയുന്ന നിനക്ക് ഇന്ന് രാത്രി ചിലരുടെ, ഞാൻ ഒരു ദൈവത്തിന്റെ പ്രവാചകൻ എന്ന വണ്ണം പറയാം, ഈ രാത്രി ചിലരുടെ നാളുകളായുള്ള കണ്ണുനീരിന്റെ വിഷയത്തിന്റെ മേൽ ദൈവം ഇടപെടും. അത് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുമ്പോൾ, ആ വചന ഭാഗങ്ങൾ വരുമ്പോൾ മനസ്സിലാകും. കേവലമായ ഒരു ദൂത് മാത്രമല്ല, ഒരു വാക്കിന്റെ ഒരു ആശ്വാസമല്ല, ദൈവം ചിലത് ചെയ്യും. ഇവിടെ യേശു കർത്താവിനെ അഭിഷേകം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയരെ, മുറിവേൽപ്പിക്കാൻ അഭിഷേകം വേണ്ട. ഒരു മനുഷ്യനെ മുറിക്കാൻ അഭിഷേകത്തിന്റെ ആവശ്യമില്ല. ഒരു മനുഷ്യനെ തകർക്കാൻ അഭിഷേകത്തിന്റെ ആവശ്യമില്ല. ക്രിസ്ത്യാനികളത് അഭിഷേകം ഉണ്ടെന്ന് പറയുന്ന പലരും മറ്റുള്ളവരെ തകർക്കുന്നവരായി നമ്മൾ കാണപ്പെടുമ്പോൾ തകർക്കാൻ അഭിഷേകം വേണ്ട. എന്നാൽ മുറിവ് കെട്ടാൻ, തകർന്നവനെ പണിയാൻ അഭിഷേകം വേണം. തകർന്നവനെ മുറിവ് കെട്ടാൻ അഭിഷേകം വേണം. എന്റെ അകത്ത് അഭിഷേകം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ തകർന്നവനെ പണിയുന്നവനായിരിക്കും ഞാൻ. നിങ്ങളുടെ അകത്ത് അഭിഷേകം ഉണ്ടെങ്കിൽ ഉടഞ്ഞവനെ പണിയുന്നവനായിരിക്കും. വാക്കുകൊണ്ട് പോലും ഒരു മനുഷ്യനെ തകർക്കാൻ അഭിഷേകമുള്ളവന് കഴിയത്തില്ല. അന്യഭാഷകളും വെളിപ്പാടുകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹല്ലേലൂയ മറ്റുള്ളവരെ തകർത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ദൈവസ്നേഹത്തിൽ പറയട്ടെ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്നാൽ ഹല്ലേലൂയ ഹൃദയം തകർന്നു പോയ ഒരുവനെ നിന്റെ വാക്കുകൊണ്ട് ബലപ്പെടുത്താൻ നിനക്ക് കഴിയുന്നെങ്കിൽ സ്തോത്രം, കർത്താവ് നിന്നെ അനുഗ്രഹിപ്പാനും ആശീർവദിപ്പാനും ഇടയായി ചേരും. നമ്മുടെ ഒരു വാക്കുകൊണ്ട് ആശ്വാസം പ്രാപിക്കുന്ന, നമ്മുടെ ഒരു വാക്കുകൊണ്ട് തകർച്ച മാറി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ അരികിലുണ്ട്, നമ്മുടെ ഭവനങ്ങളിലുണ്ട്. നമ്മുടെ അതൊരു വലിയ ശുശ്രൂഷയായി മാറട്ടെ എന്ന് ഇതിനിടയിൽ ഞാൻ വളരെ ദൈവസ്നേഹത്തോടെ നിങ്ങളോട് പറയുക. ഒരുപക്ഷെ നാം പറയുന്ന ഒരു വാക്ക് ഒരു മനുഷ്യന്റെ തകർച്ചയെ അതിജീവിക്കാൻ പറ്റും. അഭിഷേകം പ്രാപിച്ച ഒരുവന്റെ വാക്ക്, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിനക്കായി കരുതും എന്ന് ഒരു വാക്ക് നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത്, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ തകർന്നവരെ നോക്കി പറയാൻ കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമായി മാറും എന്നതിന് തർക്കമില്ല. എത്രയോ പേരെ ആ നിലകളിൽ രക്ഷിച്ചെടുപ്പാൻ കർത്താവ് ഹല്ലേലൂയ മനുഷ്യനെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ വളരെ ആഴമായിട്ട് നിങ്ങൾ ഹല്ലേലൂയ തിരിച്ചറിയണം. നിങ്ങളുടെ അകത്ത് ദൈവം അഭിഷേകം തന്നു എങ്കിൽ അഭിഷേകരായ നിങ്ങൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയണം, യേശുവിന്റെ മേൽ കിടന്ന അഭിഷേകം ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനാണ്, മുറിക്കാനല്ല. അതുകൊണ്ട് ഹല്ലേലൂയ മുറിക്കുന്നവരാകരുത്. ഈ രാത്രി ഞാൻ വളരെ വ്യക്തതയോടെ പറയാം, നിങ്ങൾക്ക് ദൈവം ഇന്ന് രാത്രി ഒരു ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിലൂടെ അത് ചെയ്യുന്നെങ്കിൽ സന്തോഷം. എന്നാൽ ദൈവം ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ അരികിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ഹല്ലേലൂയ വിഷയത്തിന്റെ അകത്തേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു മുറിവ് നിങ്ങളുടെ കയ്യിലോ കാലിലോ ശരീരത്തിന്റെ അകത്തോ പുറത്തോ മുറിവേറ്റ് കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടു ചെന്നാൽ അദ്ദേഹം അത് പരിഹരിച്ചു തരും. പക്ഷെ ഹൃദയത്തിന്റെ വേദന ഉണ്ടെന്ന് പറഞ്ഞ് ആരുടെ അടുക്കൽ പോയാലും പരിഹരിക്കാൻ പറ്റത്തില്ല. അതിനൊരു മിഷ്യനില്ല, അതിനൊരു മെഡിസിൻ ഇല്ല, അത് കാണാൻ പറ്റുന്ന കണ്ണുള്ള മനുഷ്യനില്ല. എന്നാൽ അത് കഴിയുന്ന ഒരു ദൈവം അത് ഹല്ലേലൂയ വ്യക്തതയോടെ മനസ്സിലാക്കി കൃത്യതയോടെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി നിന്റെ അരികിൽ ഉള്ളത് കൊണ്ട് ഈ സൂം മീറ്റിംഗിൽ നിന്റെ കണ്ണുനീർ മാറത്തക്കവണ്ണം ദൈവം നിന്നെ മുറിവ് കെട്ടും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആ ദൂത് കൈമാറുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാൻ പലപ്പോഴും കർത്താവ് തകർന്നവന്റെ കൂടെ നിൽക്കുന്നത് ബൈബിൾ മുഴുവൻ പഠിച്ചാൽ എളിയവന്റെ കൂടെ, ദരിദ്രന്റെ കൂടെയൊക്കെ നിൽക്കുന്നത് ഹല്ലേലൂയ നമുക്ക് കാണാൻ പറ്റും. 12-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം നിങ്ങൾ ഹല്ലേലൂയ വായിച്ചാൽ അത് വളരെ സന്തോഷം പകരുന്ന ഒരു വിഷയമാണ്. പുസ്തകമുള്ള എല്ലാവരും എടുത്ത് ഒന്ന് വായിച്ച്, നിങ്ങളിൽ ആർക്കെങ്കിലും ശബ്ദത്തോടെ വായിക്കാൻ കഴിയുമോ എനിക്കറിയത്തില്ല. നിങ്ങൾക്കത് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കരം ഉയർത്തിയിട്ട് ആ 12-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കഴിയുമെങ്കിൽ വേഗത്തിൽ ഒരാൾ വായിച്ചാട്ടെ, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. 12-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം. ഓക്കെ, ഞാൻ തന്നെ വായിച്ച് ഞാൻ മുമ്പിലേക്ക് പോകാം. അപ്പൊ തടസ്സമില്ലാതെ നമുക്ക് പോകാൻ പറ്റും. അതിന്റെ ഹല്ലേലൂയ വാക്യം ഇങ്ങനെയാണ്: എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു.
ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓരോ സന്ദേശത്തിനകത്തും ഓരോ നിയോഗങ്ങളുണ്ട്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ബോധ്യം തരുന്നെങ്കിൽ നിങ്ങൾ മുമ്പിലേക്ക് നമ്മൾ പോകുന്ന കാര്യങ്ങൾ ഒരു ദൈവ ആലോചനയായിട്ട് നിങ്ങൾ എടുക്കണം. ഇവിടെ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, എളിയവരുടെ പീഡയും ദരിദ്രന്റെ ദീർഘശ്വാസവും നിമിത്തം ദൈവം പറയും, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിന്റെ അകത്താക്കും. നമ്മുടെ സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത അത്യുന്നതനായ ദൈവം പറയുന്നു, എളിയവന്റെ പീഡ, ദരിദ്രന്റെ ദീർഘശ്വാസം. ശ്രദ്ധിക്കണമേ, അതാരും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ്. ആരും ഹല്ലേലൂയ പറയാത്ത, അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു മേഖലയാണ് എളിയവനും ദരിദ്രനും. അതിനകത്ത് ഹല്ലേലൂയ എളിയവനെ പീഡിപ്പിക്കുന്നു, ദരിദ്രന് ഹല്ലേലൂയ ദീർഘശ്വാസം. എന്റെ ഒരു ചിന്ത പറഞ്ഞാൽ, ശരിക്കും പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ഹൃദയം തകർന്നിട്ട് ദീർഘശ്വാസവും വിട്ടിരിക്കുന്ന ഒരു അനുഭവം, അത് അനുഭവിച്ചവർക്ക് അറിയാം. സ്തോത്രം. നേരെ സംസാരിക്കാൻ പറ്റാതെ, നേരെ ജീവിതം ശരിക്കും മുമ്പിലേക്ക് നയിക്കാൻ പറ്റാതെ ദീർഘശ്വാസം വിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അനുഭവം അനുഭവിച്ചവർക്കറിയാം. അവിടെ ഹല്ലേലൂയ ഒരു മനുഷ്യൻ സഹായത്തിന് ഇല്ലാത്ത ഒരു സാഹചര്യം, ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാതിരിക്കുന്ന ഇടം. അവിടെ കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, എളിയവന്റെ പീഡ, ദരിദ്രന്റെ ദീർഘശ്വാസം. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഞാൻ എന്നെ കുറിച്ച് പറയാം. ഈ രാത്രി ഞാൻ നിങ്ങളോട് ഈ വചനം സംസാരിക്കുമ്പോൾ ആരൊക്കെയോ ചേർന്ന് എന്നെ പീഡിപ്പിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ദുഷ്ടപിശാച് വല്ലാതെ എന്നെ തകർക്കുന്നുണ്ടാകാം. അത് നിമിത്തം എനിക്ക് പ്രതികരണ ശേഷി പോലെ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടാകാം. എളിയവന്റെ ഹല്ലേലൂയ നിലവിളി ആരും കേൾക്കാനില്ല, ദരിദ്രന്റെ ദീർഘശ്വാസം, ഉറങ്ങാൻ പോലും പറ്റാതെ നെടുവേർപ്പെടുന്ന അനുഭവം. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ ജീവിതം ഇന്ന് രാത്രി കടന്നു പോകുന്നെങ്കിൽ സർവശക്തനായ ദൈവം പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. അത് ദൈവം കാണുമ്പോൾ, ആരും പ്രതികരിക്കാതിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, അങ്ങനെ ഹല്ലേലൂയ എളിയവൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ദരിദ്രൻ ദീർഘശ്വാസം വിടുമ്പോൾ ഞാൻ അവർക്കായി എഴുന്നേൽക്കും. അത് വലിയൊരു അത്ഭുതമാണ്. നമ്മൾ പറയുന്നത് ആരും നമ്മളെ സഹായിക്കാൻ വരത്തില്ല എന്ന്. ആരും സഹായത്തിന് വന്നില്ലെങ്കിലും ഈ രാത്രി പീഡിപ്പിക്കപ്പെടുന്ന, നെടുവേർപ്പെടുന്ന നിനക്ക് വേണ്ടി കർത്താവ് എഴുന്നേൽക്കും. എഴുന്നേൽക്കുന്നത് എന്തിനാ? എഴുന്നേറ്റ് കർത്താവ് പറയുന്നു, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. നമുക്കറിയാം ഹല്ലേലൂയ, ഏതോ ചില പ്രശ്നത്തിൽ, ഏതോ ചില വിഷയത്തിലാണ് ഓരോ മനുഷ്യനും നെടുവേർപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഹല്ലേലൂയ തകർന്നു പോകുന്നത്? ഇവിടത്തെ വിഷയം അനുസരിച്ച് പീഡിപ്പിക്കപ്പെടുന്നു. നിങ്ങളുടെ ഭവനത്തിനകത്തതുണ്ടോ, ഓഫീസിലുണ്ടോ, എനിക്കറിയത്തില്ല, ശുശ്രൂഷ മേഖലയിലുണ്ടോ? നീ എളിയവനായതുകൊണ്ട്, നീ ദരിദ്രനായതുകൊണ്ട് മറ്റുള്ളവർ സഹായിക്കാതിരിക്കുന്ന, നിന്നെ ഒതുക്കുന്ന, നിന്നെ തകർക്കുന്ന അനുഭവത്തിൽ നെടുവേർപ്പെടുന്നെങ്കിൽ വിശ്വസിക്കണം, ഈ രാത്രി ദൈവം നിനക്കായി എഴുന്നേൽക്കും. എഴുന്നേറ്റ് നിന്നെ സല്യൂട്ട് ചെയ്തു പോകുകയല്ല, എഴുന്നേറ്റ് ആശ്വാസ വാക്ക് പറയുകയല്ല. കർത്താവ് പറയുന്ന ദൂത് ശ്രദ്ധിക്കണം, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്ന നിന്നെ അതിലാക്കും. അതിന്റെ അർത്ഥം എന്നതാ? ഈ സൂം മീറ്റിംഗിൽ വന്ന് ഏത് വിഷയത്തിനാണ് നീ വിടുതൽ കൊതിച്ചിരിക്കുന്നത്, ഏത് വിഷയത്തെയാണ് നീ നോക്കി പാർക്കുന്നത്, ഏത് വിഷയത്തെയാണ് ഉറ്റുനോക്കിയിരിക്കുന്നത്, എനിക്കറിയത്തില്ല. ഏതിലാണ് നിനക്ക് രക്ഷ, ഏത് വിഷയത്തിലാണ് വിടുതൽ കാംക്ഷിക്കുന്നത്? പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ അതിലാക്കിയിട്ടല്ലാതെ കർത്താവ് ഇരിക്കത്തില്ല. സ്തോത്രം. നീ രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നെങ്കിൽ, പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ഈ ദൂത് കേൾക്കുന്നതെങ്കിൽ, നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നീ പ്രതീക്ഷ വച്ച വിഷയത്തിൽ വിടുതൽ തന്ന് എനിക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡന്റോടെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പറയാൻ പറ്റുക, ഈ ദൂത് കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ഈ 7 ദിവസങ്ങൾ, ഒരു ആഴ്ച തികയുന്നതിന്റെ അകത്ത് ചില മറുപടികളുമായി ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. കാരണം ഒരു സാക്ഷ്യമായി അടുത്തൊരു സൂം മീറ്റിംഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സന്ദേശത്തിന്റെ വെളിച്ചത്തിൽ ഒരു വിടുതൽ സർവശക്തൻ നിങ്ങളുടെ ജീവിതത്തിൽ പകർന്നു എന്ന് പറയാൻ ദൈവം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് നിങ്ങൾക്ക് ദൂത് കൈമാറുന്നു. എവിടെ ഏത് സാഹചര്യത്തിൽ കേട്ടാല് എന്നോട് ആത്മാവ് പറയുന്നു, മറ്റാരോടും പറയാതെ സ്തോത്രം, വേദന ഉള്ളിൽ വെച്ചുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ ഏകദേശം എല്ലാവർക്കും അറിയാം, പക്ഷെ ചിലത് എന്നെ കുറിച്ച് ആർക്കും അറിയത്തില്ല. വലിയ വേദന, ചില പ്രയാസങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ള ദൂത് ഇതാണ്: രക്ഷയ്ക്കായി നീ കാംക്ഷിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിന്നെ അതിലാക്കാൻ പോവുക. ദൈവം നിന്നെ അതിലാക്കി നിന്നെ മാനിക്കാൻ പോവുക. കാരണം അതിനുവേണ്ടി ഈ രാത്രി ഈ വചനം കേൾക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. നിന്റെ വീടിനകത്ത്, നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ പ്രശ്നമുള്ള ദേശത്തിൽ, നിന്റെ വിഷയം ഇരിക്കുന്ന ഇടത്ത് ദൈവം എഴുന്നേറ്റ് അത് ചെയ്യാനിടയായി തീരും. എന്റെ ചോദ്യം ഇതാണ്: ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ, നിന്റെ വിഷയത്തിന് വേണ്ടി ഒരുമിച്ചൊരു ദൂതല്ല, നിന്റെ വിഷയത്തിന് വേണ്ടി എഴുന്നേറ്റാൽ അവനെ തടുക്കാൻ ആർക്കും കഴിയച്ചില്ല. വചനം പറയുന്നു, യഹോവ എഴുന്നേറ്റാൽ ശത്രു ചിതറിപ്പോകും, കാറ്റത്ത് പുക പാറിപ്പോകുന്നത് പോലെ പാറിപ്പോകും. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, യഹോവ എഴുന്നേൽക്കും. നിന്റെ പ്രശ്നം ഏത് വിഷയം, അതിനെ തടുക്കുന്നവൻ, അതിനെ തകർക്കുന്നവൻ പ്രശ്നമില്ല. ആണ്ടുകൾ കൊണ്ട് പിശാച് ബന്ധിച്ചാൽ പ്രശ്നമല്ല. ഈ രാത്രി പിശാച് ബലത്തോടെ തടുത്താൽ കർത്താവിന് വിഷയമല്ല. ചില മാനുഷിക ശക്തികൾ
ചേർന്ന് തടഞ്ഞാൽ കർത്താവിന് വിഷയമല്ല, അത് നടക്കാതിരിക്കത്തില്ല. കാരണം എഴുന്നേൽക്കുന്നത് സർവശക്തനായ നിന്റെ ദൈവമാണ്, സർവശക്തനായ നിന്റെ ദൈവമാണ്. അതുകൊണ്ട് കാലപ്പഴക്കം കർത്താവിന് വിഷയമല്ല. നിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിന്റെ വിഷയത്തെ കുറിച്ചു വെച്ച കർത്താവ് നിന്റെ പേര് പറഞ്ഞ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന രാത്രിയായി തീരുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയണം. ആ എഴുന്നേൽക്കുന്ന കർത്താവ് രക്ഷയ്ക്കായി കാംക്ഷിക്കുന്ന നിന്നെ അതിലാക്കാതെ അവൻ ഹല്ലേലൂയ ഇരിക്കത്തില്ലെന്ന എന്റെ ചിന്ത. സ്തോത്രം. അതുകൊണ്ട് നടക്കാത്ത ചില വിഷയങ്ങൾ ഹല്ലേലൂയ കുറെ കാലം കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും സാധ്യമാകുന്നില്ലെന്ന് പറഞ്ഞ് ചില അടച്ചു വെച്ച വിഷയങ്ങൾ ഇനി ഒരിക്കലും തുറന്നിട്ട് കാര്യമില്ല, ഇനി മുട്ടിയിട്ട് കാര്യമില്ല, ഇനി ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും സർവശക്തനായ കർത്താവ് ഇന്ന് രാത്രി നിനക്ക് വിടുതൽ തരാൻ അവൻ എഴുന്നേൽക്കും. ചില വാതിലുകളെ തമ്പുരാൻ നിന്റെ മുമ്പിൽ തുറക്കും. കർത്താവ് നിന്നെ ഹല്ലേലൂയ സഹായിക്കും. കാരണം കർത്താവിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഹൃദയം തകർന്നവരെ മുറിവ് കിട്ടാനാണ്. ഞാൻ പറഞ്ഞല്ലോ, വാക്കുകൊണ്ട് മാത്രമല്ല, വാക്കുകൊണ്ട് മുറിച്ചതിന് വാക്കുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നിൽ കൂടെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ വരുന്ന വാക്കുകൾ പരിശുദ്ധാത്മാവ് തരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനപ്പുറം ഒരു പ്രവൃത്തിയെ ചെയ്തുകൊണ്ട് കർത്താവ് നിങ്ങളെ മാനിപ്പാൻ ഇഷ്ടപ്പെടുകയാണ്. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ കൂടെ സ്തോത്രം ഞാനൊന്ന് വായിച്ച് നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിപ്പാൻ ഇഷ്ടപ്പെടുകയാണ്. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിന്റെ സ്തോത്രം 17-18 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ദൈവം ഈ ചിന്തയ്ക്കകത്ത് തന്ന വാക്കുകളാണ്. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങളോടുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ്. 41 അധ്യായം 17-18 ഞാൻ വായിക്കാം. എന്താ അവിടെ പറയുന്നത്? സ്തോത്രം. എളിയവരും ദരിദ്രരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു, ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരം അരുളും, ഇസ്രായേലിന്റെ ദൈവമായി ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്യുകയും വരണ്ട നിലത്തെ ഞാൻ നീരുറവുകളും ആക്കും. നിങ്ങൾ ഹല്ലേലൂയ താഴോട്ടുള്ള ഭാഗങ്ങൾ കൂടെ വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വായിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവിടെ ഹല്ലേലൂയ വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന വിഷയമാണ്. എളിയവനും ദരിദ്രനും. ഈ ദാരിദ്ര്യത്തിന്റെ അളവ് നിശ്ചയിക്കുന്നത്, ഒരു മനുഷ്യന്റെ എളിമത്വം നിശ്ചയിക്കുന്നത് അവന്റെ ജീവിത സാഹചര്യങ്ങളല്ല. ഞാനത് വിശദീകരിക്കാനായിട്ട് സമയം പോലെ എന്നെ കേൾക്കുന്ന ചിലരുടെ അകത്തും ഈ അനുഭവമുള്ളവരുണ്ട്. പക്ഷെ ഞാനത് ഒത്തിരി വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ അതിനകത്ത് ദൈവത്തിന്റെ ആലോചനയായി തന്ന ചിന്ത മാത്രം ഞാൻ പറയാം. അവിടെ പറയാം, എളിയവനും ദരിദ്രനും വെള്ളം തിരഞ്ഞ് നടക്കുന്നു, ഒട്ടും കിട്ടായികയാൽ നാം അണ്ണാക്കോട് പറ്റും. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. തിരഞ്ഞു നടന്നിട്ട് കിട്ടാത്തത്, അധ്വാനിച്ചിട്ട് കിട്ടാത്തത്, എത്ര പ്രവർത്തിച്ചിട്ടും കിട്ടാത്തത്, അത് വലിയൊരു വേദന. ആരും കൊടുക്കാനില്ലേ, ആരും സഹായിക്കാനില്ലേ. ഞാൻ നിങ്ങളോട് പറയാം, എന്നെ കേൾക്കുന്നവരോട് പറയാം, നീയോ ഞാനോ എളിമപ്പെട്ടു പോയാൽ, തകർന്നു പോയാൽ, ദരിദ്രനായി പോയാൽ സ്തോത്രം ഒരു മനുഷ്യനും സഹായിക്കത്തില്ല. സ്തോത്രം. ജീവിത അനുഭവത്തിൽ നിന്നും കൂടെ പ്രസംഗിക്കുകയാണ്, സഹായിക്കത്തില്ല. നമുക്ക് ഹല്ലേലൂയ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ നമ്മുടെ ചുറ്റുപാടുകൾ ഉണ്ടെങ്കിൽ, കടം മേടിച്ചാൽ പോലും തിരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ എന്ന എന്റെ ചിന്ത. നിങ്ങളുടെ അവസ്ഥ എനിക്ക് അറിയത്തില്ല. പക്ഷെ വാക്യം വായിക്കുമ്പോൾ സ്തോത്രം ഞാൻ ചിന്തിച്ചു, ആരും കൊടുക്കാനില്ലേ? നാവ് അണ്ണാക്കോട് പറ്റിയിട്ട് ദയ കാണിക്കാൻ ആരുമില്ലേ? സ്തോത്രം. സഹായിക്കാൻ ആരുമില്ലേ? എളിയവനും ദരിദ്രനും അന്നും ഇന്നും പുറത്തിറങ്ങിയാൽ, നീ ഒരു ഉയർച്ച ആഗ്രഹിച്ചാൽ, നിന്റെ വീട് കൊള്ളാമെങ്കിൽ, നിന്റെ സാഹചര്യം കൊള്ളാമെങ്കിൽ, സാധ്യത കൊള്ളാമെങ്കിൽ, ഒരു ശുശ്രൂഷകനായ എനിക്ക് കുറച്ച് സാധ്യതയും പേരും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെയും അംഗീകരിക്കത്തുള്ളൂ എന്ന എന്റെ ഒരു ചിന്ത. ദൈവമാണ് എന്നെ ഉയർത്തിയത്, ഈ നിലകളിലൊക്കെ കൊണ്ടുവന്നത് ദൈവമാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുക, ഈ രാത്രി എളിയവനും ദരിദ്രനും ഒതുങ്ങുന്ന ഒരു സമൂഹത്തിലാണ്, അല്ലെങ്കിൽ ഒതുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇല്ലായ്മയിൽ അവനിറങ്ങി. ഇവിടെ വായിച്ചപ്പോൾ ഒരു സങ്കടവും അതിലുപരി പ്രത്യാശയും ഹൃദയത്തിൽ വന്നു. അവർ വെള്ളത്തിനായി ദാഹത്തോടെ നടക്കുന്നു, അവർക്ക് കിട്ടുന്നില്ല. അതിന്റെ അർത്ഥം ആരും കൊടുക്കുന്നില്ല, സാഹചര്യമില്ല. അതുകൊണ്ട് നാം അണ്ണാക്കോട് പറ്റി എന്നാ അനുഭവമാണ്. പക്ഷെ അവിടെയും ദൈവം പറയുന്ന ദൂത് വളരെ ആശ്വാസമല്ലേ. സ്തോത്രം. എളിയവന് വേണ്ടി, ദരിദ്രന് വേണ്ടി എന്റെ കർത്താവ് എഴുന്നേറ്റിട്ട് അവന്റെ സ്ഥിതിയെ മാറ്റുന്നതിനെ കുറിച്ച് താഴോട്ട് വായിച്ചാൽ വളരെ സന്തോഷം തോന്നും. ദൈവം അവന്റെ മരുഭൂമിയിൽ ഒരു ഉറവ തുറക്കും, അവന്റെ
സ്തോത്രം മരുഭൂമി അവൻ നീർപ്പൊയ്കയാക്കി മാറ്റും. എന്താ അതിന്റെ ആത്മീയാർത്ഥം? അല്ലെങ്കിൽ നമ്മളോടുള്ള ദൂത്, ഒന്ന് രണ്ട് ചിന്തകൾ എന്റെ ഹൃദയത്തിനകത്തൂടെ കടന്നു പോകുന്നത് ഞാൻ നിങ്ങളോട് പറയാം. മരുഭൂമിക്കകത്ത് ഗതി പിടിച്ച ആരുമില്ല. സ്തോത്ര വരണ്ട നിലത്ത് വിജയം കൊയ്ത് ആരുമില്ല. നിന്റെ ഭവനം മരുഭൂമിയായാൽ, നിന്റെ ജീവിത സാഹചര്യം മരുഭൂമിയാൽ നീ അവിടെ കൊയ്ത്ത് നടത്താം എന്ന് ചിന്തിക്കരുത്. എന്റെ ഒരു ഹൃദയത്തിന്റെ ചിന്ത ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ തകർന്ന് എന്റെ ജീവിതം മരുഭൂമി കണക്കായി കഴിഞ്ഞിട്ട് ഞാൻ വെള്ളമില്ലാതെ അലഞ്ഞാൽ എനിക്ക് ആരും തരത്തില്ല. അപ്പൊ എന്റെ ഒരു ചിന്തയാണ്, അങ്ങനെ ഞാൻ വെള്ളം കിട്ടാതെ തകർന്നു പോയാൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ വിടുതലില്ലാതെ ഞാൻ നശിച്ചാൽ, എനിക്ക് രണ്ട് തലമുറകളെ ദൈവം തന്നു. ആ തലമുറയും ഇതുപോലെ ശ്രദ്ധിച്ചു കേൾക്കണം. ആ തലമുറയും ഇതുപോലെ വെള്ളത്തിനായി കൈനീട്ടേണ്ടി വരും. ആ തലമുറയും കൈനീട്ടും കൊടുക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവരും മരുഭൂമിക്കകത്താ. പക്ഷെ ഈ ദൂത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ഗൗരവത്തോടെ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ഒരു വാശിയോടെ പ്രാർത്ഥിച്ചാൽ എന്റെ ജീവിത സാഹചര്യം മാറ്റിയേ മതിയാകത്തുള്ളൂ എന്ന് ഈ സന്ദേശത്തിൽ നീ പ്രാർത്ഥിച്ചാൽ ആത്മാവിന് കൈമാറാനുള്ള ദൂത് ദൈവം നിന്റെ വരണ്ട ദേശത്ത് നീരറവ് തുറക്കുക. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിന്റെ വീട് ഒരു വരണ്ട അനുഭവമാണെങ്കിൽ അവിടെ ദൈവം ഹല്ലേലൂയ ഉറവ തുറക്കുക. നിന്റെ സാമ്പത്തിക സ്ഥിതി വരണ്ട് കിടക്കുന്നെങ്കിൽ ദൈവം അവിടെ ഒരു ഉറവ തുറക്കുക. അതിനെ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. അതിന്റെ വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നീ കുടിച്ച് തൃപ്തി പ്രാപിക്കുക. നാളെ നിന്റെ സ്തോത്ര അതിർത്തിക്കകത്ത് ഉറവ ഉള്ളത് കൊണ്ട് നിന്റെ തലമുറ കൈനീട്ടാൻ പോകത്തില്ല. അവന്റെ ഹല്ലേലൂയ നാവ് അണ്ണാക്കോട് പറ്റത്തില്ല. അതിലുപരി ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ചിലർ ഹല്ലേലൂയ നാവ് വരളുമ്പോൾ സ്തോത്രം ദൈവം തുറന്ന ഉറവ നിന്റെ കയ്യിലുണ്ടെങ്കിൽ സ്തോത്രമായി എളിയവനെ ദരിദ്രനെ ഈ പറഞ്ഞ അനുഭവത്തിൽ തള്ളിക്കളയാതെ അവന്റെ ദാഹം തീർക്കാൻ കൊടുക്കാനും കൂടെ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവം ഉറവ തുറക്കും എന്ന് പരിശുദ്ധി ആത്മാവ് ദൂത് കൈമാറിയാൽ കേൾക്കുന്ന എത്ര പേർക്ക് അത് ഏറ്റെടുത്ത് ആമേൻ പറയാൻ പറ്റും? നിന്നോട് തന്നെയാ പരിശുദ്ധി ആത്മാവ് പറയുന്നത്. നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ജോലിയിൽ, നിന്റെ ഭവനത്തിന്റെ അകത്ത്, നിന്റെ തലമുറയുടെ വിഷയത്തിൽ ഏറിയ ഞെരുക്കങ്ങൾ, ഏറിയ തകർച്ചകൾ ആരും കൈത്താങ്ങാനില്ല. വരണ്ട നിലം പോലെ, മരുഭൂമി പോലെ നീ ഹല്ലേലൂയ ജീവിക്കുന്നത് കർത്താവിന്റെ പദ്ധതിയാണ്. നാല് സൈഡിൽ നിന്ന് ഇവിടുന്ന് വെള്ളമുള്ള ചിലർ കൊണ്ടുവന്ന് നിനക്ക് അല്പച്ച തരുമെന്നല്ല. ഹല്ലേലൂയ നിന്റെ വരണ്ട മരുഭൂമിക്കകത്ത് ദൈവം ഒരു ഉറവ തുറന്നു തരും. അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവം തുറന്നാൽ അത് തുറന്നതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ പറയട്ടെ, അവരോട് നമുക്ക് നാളെ പറയാൻ പറ്റണം. എന്താ പറയാൻ പറ്റണ്ടേ? ആ മക്കളെ വിളിച്ച് പറയണം, മക്കളെ നീ കാണുന്ന ഉറവ, നീ കാണുന്ന നന്മ ഞങ്ങളുടെ വീട്ടിലില്ല. എന്റെ പിതാവ് തന്നതല്ല. മാതാവ് പിതാവ് കേൾക്കണം. നിങ്ങൾ കുറിച്ചു വെച്ചോ. സ്തോത്രം. അവരോട് നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഇത് എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. എന്റെ അപ്പൻ തന്നതല്ല, എന്റെ അമ്മ തന്നതല്ല, മനുഷ്യൻ തന്നതല്ല. നിങ്ങൾ ഈ അനുഭവിക്കുന്ന നന്മ ദൈവം തന്നതാണ്. ഒരുപക്ഷെ ഞാൻ കുറച്ചുകൂടെ ബലത്തോടെ പറയാം, ഞങ്ങൾക്ക് ഉണ്ടായ ഒരു സൂം മീറ്റിംഗ്, അതിൽ കേട്ട ദൈവത്തിന്റെ ആലോചന, അത് ഞാൻ സ്വീകരിച്ചു. ദൈവം ആ നിലകളിൽ തുറന്ന ഉറവയാണ്. ഞാൻ വ്യക്തതയോടെ പറയുന്നു. അങ്ങനെ പറയാൻ ചിലരെ കർത്താവ് ബലപ്പെടുത്തും. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആഴത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. നാളെ നീ തലമുറയെ വിളിച്ച് പറയണം, എന്റെ ബലം കൊണ്ടുണ്ടായതല്ല, എന്റെ ശക്തി കൊണ്ടല്ല, എന്റെ പിതാവ് തന്നതല്ല, മാതാവ് തന്നതല്ല, അടുത്ത വീട്ടുകാരൻ സഹായിച്ചതല്ല. കുഞ്ഞെ, ഇത് നമുക്ക് വേണ്ടി ദൈവം തുറന്ന ഉറവയാണ്. നീ അത് പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചിലത് നിന്റെ കൂടാരത്തിന്റെ അകത്ത്, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നീ ഏത് ദേശത്ത് എവിടെ ഇരുന്ന് കേട്ടാലും ദൈവം നിനക്ക് വേണ്ടി തുറക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. കർത്താവ് ഹല്ലേലൂയ നിങ്ങൾക്കായി അത് ചെയ്യും. നിങ്ങൾ അത് വിശ്വസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. മറ്റൊരാലോചന കട്ടിയായത് തരാൻ എന്റെ കയ്യിലില്ല. സ്തോത്രം. ദൈവം ഏൽപ്പിച്ചില്ല. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഈ മീറ്റിങ്ങിനായി എന്നെ വിളിക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവം തന്ന ചിന്തകളാണ് ഞാൻ കൈമാറുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഞാൻ സ്പഷ്ടമായി വിശ്വസിക്കുന്നു, പ്രിയരെ, ഇങ്ങനെ ഒരു ക്രിയ നമ്മുടെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ, എല്ലാ കാലവും നമ്മൾ പ്രാർത്ഥിക്കുന്നവരെങ്കിലും, നമ്മൾ പ്രസംഗിക്കുന്നു, കൈയടിക്കുന്നവരെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സ്ഥായിയായ ഒരു മാറ്റം വരത്തില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഉറവ ഉണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. നിങ്ങളത് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചനയെ വ്യക്തതയോടെ ഏറ്റെടുത്ത് ഹല്ലേലൂയ കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. സ്തോത്രം. പാഴ്മലയിൽ നേട്ടം കൊയ്യാൻ പറ്റത്തില്ല പ്രിയരെ. അവിടെ നിന്നുകൊണ്ട് ഈ ജീവിത സ്ഥിതിയിൽ നമ്മൾ എത്ര അംഗം പൊരുതിയാലും നടക്കത്തില്ല. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. സ്തോത്രം. ഒത്തിരി കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാ ആ മരുഭൂമിക്കകത്ത് ജയിക്കാൻ പറ്റാത്ത. സ്തോത്രം. പക്ഷെ ദൈവം പറയുന്ന മരുഭൂമിയിൽ നിന്ന് നിന്നെ പൊക്കിക്കൊണ്ടുപോയി വേറെ ഒരിടത്ത്. സ്തോത്രം. പലരും പറയും വീട് വിട്ട് ദേശം വിട്ട് ഓടുന്ന കാര്യങ്ങൾ എല്ലാം ഹല്ലേലൂയ മാറ്റി, നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ ഓടുന്ന അനുഭവങ്ങൾ. അങ്ങനെയല്ല. നിന്റെ അവസ്ഥയ്ക്ക് അകത്തിറങ്ങി വന്ന് അവിടെ ഒരു പ്രവൃത്തി ചെയ്തു തരാൻ സ്തോത്രം. കർത്താവ് ശക്തനാണ്. ഇന്നുള്ള നിന്റെ സാഹചര്യത്തിന്റെ അകത്ത്
ഒരു ദൈവപ്രവൃത്തി അയക്കാൻ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ശക്തമായിട്ട് നീ ഹല്ലേലൂയ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. മനസ്സ് തകർന്നവരെ ദൈവം മുറിവ് കിട്ടുന്നത് വാക്കുകൊണ്ട് മാത്രമല്ലെന്ന് ഞാൻ വീണ്ടും പറയുക. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ്. ഒരു സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഈ സന്ദേശത്തിനകത്തൊരു നിയോഗമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായി ആ നിയോഗത്തെ നിങ്ങൾ ഏറ്റെടുച്ച ആ നിയോഗം നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ അത്ഭുതം കാണും. ഞാൻ ഒന്നുകൂടെ, നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഒന്നുകൂടെ പറയാം. വരുന്ന 7 ദിനങ്ങൾക്കകത്ത് ഒരു അനുഭവം പറയാൻ കർത്താവ് ചിലരെ ശക്തീകരിക്കും, കർത്താവ് ചിലരെ ബലപ്പെടുത്തും. അത് ഹല്ലേലൂയ അത്ഭുതമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് ഞാൻ വിശ്വസിച്ച് വീണ്ടും ആ ദൂത് ഉറപ്പോടെ കൈമാറുകയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പൻ മുറിച്ച മുറിവുകളുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അമ്മ മുറിച്ച മുറിവുമായിട്ട്, ഭാര്യ മുറിവേൽപ്പിച്ചു, ഭർത്താവ് മുറിവേൽപ്പിച്ചു. ഇതൊക്കെ ജീവിത അനുഭവത്തിൽ ഒത്തിരി പേര് എന്നോട് ഷെയർ ചെയ്യുന്ന വിഷയങ്ങളാണ്. ആമേൻ. സ്തോത്രം. പലരും ഏൽപ്പിച്ച മുറിവ്, ചിലരൊക്കെ ജോലി സ്ഥലത്ത് വല്ലാത്ത വേദനയോടെ ഒരു ജയം അനുഭവിക്കാൻ പറ്റാതെ പ്രാർത്ഥിക്കുന്ന നീ ഹൃദയം തകർന്ന് ആത്മാവ് പറയുന്നത് തല കുനിച്ച് ചില നാളുകളായി ചിലരുടെ മുമ്പിൽ തല നിവർത്താൻ പറ്റാതെ തല കുനിച്ച് വേദനയോടെ നീ സഞ്ചരിക്കുന്നെങ്കിൽ ആമേൻ സ്തോത്രം, നിന്റെ അരികിൽ വന്ന് നിന്റെ ജീവിത സാഹചര്യത്തെ മാറ്റാൻ പറ്റും. അതിന്റെ അകത്തൊരു ദൈവാത്മാവിന്റെ ഇടപെടൽ ഞാൻ പറയാം. ആമേൻ സ്തോത്രം. നിനക്കായിട്ട് ഒരു ഉറവ തുറക്കുമ്പോൾ ഞാൻ പറയട്ടെ, ചില പ്രമോഷനുകൾ, ചില ഹല്ലേലൂയ ഉയർച്ചകൾ നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നെ തേടി വരാൻ പോകുകയാണ്. നിന്നെ ഹല്ലേലൂയ അപമാനിച്ചവന്റെ മുമ്പിൽ നിന്റെ തല ഉയർത്തി. കാരണം ഹല്ലേലൂയ നീ ആമേൻ പലരെ ആശ്രയിച്ച്, ആരോടോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പലർക്കും കീഴടങ്ങി നിൽക്കേണ്ടി വരുന്നത് പോലെ, പലരെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരുന്നത് പോലെ, ആജ്ഞ അനുവർത്തികളായി നിൽക്കാൻ ആമേൻ നിൽക്കേണ്ടി വരുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഉള്ളത് ആത്മാവ് വെളിപ്പെടുത്തുന്നു. എന്നാൽ ഹല്ലേലൂയ ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ സ്തോത്രം, നിന്റെ കാൽ കീഴിൽ 10 പേർക്ക് അധിപതിയായി, 25 പേർക്ക് അധിപതിയായി, അങ്ങനെ ദൈവം ഒരു ഹല്ലേലൂയ ആമേൻ ഉയർച്ചയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവരുമെന്ന് വ്യക്തതയോടെ ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു. കാരണം നിന്റെ കണ്ണുനീർ തുള്ളി വീണത് നിന്റെ ഓഫീസിലല്ല, നിന്റെ വീട്ടിന്റെ അകത്തല്ല. നിന്റെ കണ്ണുനീർ തുള്ളി വീണത് ഹല്ലേലൂയ ആമേൻ സ്തോത്രം കർത്താവിന്റെ ഉള്ളം കയ്യിലാണ്. അവൻ കണ്ടു നിന്നെ. ആമേൻ നിന്റെ വേദനയുടെ ആഴം അറിഞ്ഞു. വലിയ ഹല്ലേലൂയ നീറുന്ന പ്രയാസം നിനക്കുണ്ടായി, പക്ഷേ കർത്താവ് പോലും അറിയുന്നില്ലേ എന്നൊക്കെ നീ ചോദിച്ചു. കർത്താവിന് ഇത് കാണാൻ പറ്റുന്നില്ലേ? ആമേൻ. ചിലർ എന്നോട് ആത്മാവ് പറയുന്നു, നീ കണ്ണുനീർ അടക്കിയിട്ട് നിന്റെ കണ്ണുനീർ തുള്ളി വീണത് ചിലർ കണ്ടു. സ്തോത്രം. എവിടെ പോയെന്നവർക്ക് അറിയത്തില്ല, പക്ഷെ വീഴുന്നത് കാണത്തക്കവണ്ണം ഏതോ മനുഷ്യന്റെ മുമ്പിൽ കണ്ണുനീർ വീണ ആമേൻ സ്തോത്രം വ്യക്തി ഇതിനകത്ത് എന്നെ കേൾക്കുന്നുണ്ട്. പരിശുദ്ധ ആത്മാവ് ഞാൻ പറയുന്നു, ആ കണ്ണുനീർ തുള്ളിയുടെ മറുപടി ആമേൻ കണ്ണുനീർ ഒഴുക്കിയ ഇടത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് വെളിപ്പെടുത്തും. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചിൽ പറഞ്ഞ ഒരു വിഷയം എന്റെ ഹൃദയത്തിന്റെ അകത്ത് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് തരുന്നത് കൊണ്ട് പറയാം. എനിക്കറിയാം സമയത്തിന്റെ പരിമിതി, ഞാൻ നിർത്താം, അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ ശരീരത്തിലും മനസ്സിലും ഒരു വലിയ തണുപ്പ് അനുഭവിച്ചാൽ ഞാൻ ഈ പ്രസംഗിക്കുന്നത്. കാരണം ഏതോ ഒരു വ്യക്തിയെങ്കിലും തൊടാതെ ഈ ശുശ്രൂഷ അവസാനിക്കത്തില്ല. ഏലിയാവിന്റെ പ്രാർത്ഥന, ഏലിയാവ് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചയിൽ പറഞ്ഞു, വളരെ ഗൗരവത്തോടെ. ആ ഏലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു മഴ പെയ്യും. വിശ്വാസം പ്രഖ്യാപിച്ചു ആ മനുഷ്യൻ. അപ്പോൾ നമ്മുടെയൊക്കെ ചിന്ത മഴ പെയ്തേ പറ്റത്തുള്ളൂ, മഴ പെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ ആ മനുഷ്യൻ ദൂത് പറഞ്ഞേച്ച് മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ കയറി. ഞാൻ ഏലിയാവിനോട് ചോദിച്ചു, അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? സ്തോത്രം. ഏലിയാവ് പ്രാർത്ഥിച്ച് വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. അത് മാത്രമല്ല, അതിന്റെ പ്രസംഗ വിഷയമല്ല, ദൈവത്തിന്റെ ആത്മാവ് തന്നതുകൊണ്ട് ഓർമ്മ തന്നതുകൊണ്ട് പറയുക. അദ്ദേഹം പ്രാർത്ഥിച്ചു 1-2 മണിക്കൂർ. എന്റെ ചിന്തയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം പണിയപ്പെടാൻ ഞാൻ പറയുക. 1-2 ഹല്ലേലൂയ മണിക്കൂർ പ്രാർത്ഥിച്ചു കാണും. പ്രാർത്ഥിച്ചപ്പോൾ ഒരു തോന്നൽ വന്നു, വിടുതലായി എന്നൊരു തോന്നൽ വന്നു. സ്തോത്രം. അതുകൊണ്ട് ബാല്യക്കാരനെ വിളിച്ചു പറഞ്ഞു, ചെന്ന് നോക്ക് വിടുതലായോ എന്ന്. അദ്ദേഹം ചെന്ന് നോക്കി, വിടുതലില്ല. സ്തോത്രം. വിടുതലില്ല. എന്റെ ഹൃദയത്തിനകത്ത് വലിയൊരു ചിന്ത വന്നു, ഈ മനുഷ്യൻ പിന്നെ എന്തിനാ അത് നടക്കുമെന്ന് പറഞ്ഞ്, എന്തിനാ അത് അത് മഴ പെയ്യുമെന്ന് എന്തിനാ പറഞ്ഞ്? മഴ പെയ്യുമെന്ന് പറഞ്ഞ് 1 മണിക്കൂർ പ്രാർത്ഥിച്ചേച്ചും ആമേൻ സ്തോത്രം മറുപടി ഇല്ല. ആ ബാല്യക്കാരൻ എന്ന് പറഞ്ഞു, ഇല്ല സ്തോത്രം, ഇത് നിങ്ങളോടുള്ള ഒരു ദൂതായിട്ട് ഏറ്റെടുക്കണം. ഇല്ല, ആ ശബ്ദം കേൾക്കുക. ഇല്ല. അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചു, നിർത്തിയില്ല. അതാ ഭയങ്കര വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി ആമേൻ ഒരു വിടുതലായി. പ്രിയരെ, പല മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ലേ വിടുതലായി? ആമേൻ സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ തോന്നും ആമേൻ സ്തോത്രം. പക്ഷെ നടക്കുന്നില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ചെന്ന് നോക്ക്. പല ആവർത്തിയായി, നമുക്കറിയാം, പല ആവർത്തി. അവസാനം 6 പ്രാവശ്യം ആ മനുഷ്യൻ ചെന്ന് നോക്കി, 6 പ്രാവശ്യം വിടുതലില്ല എന്ന് പറഞ്ഞു.
പക്ഷെ 7-ാം പ്രാവശ്യം വിടുതൽ വന്നു. ശ്രദ്ധിക്കണം, 7-ാം പ്രാവശ്യം വിടുതൽ വന്നു. 7-ാം പ്രാവശ്യം മനുഷ്യൻ വന്ന് പറഞ്ഞു, യജമാനനെ വിടുതൽ ഉണ്ടായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അതെനിക്ക് 1 മണിക്കൂർ പ്രസംഗിക്കാനുള്ള ദൂത് അതിനകത്തുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 7-ാം പ്രാവശ്യം ദൂത് കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. സ്തോത്രം, ഏതും വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. 6 പ്രാവശ്യം ഇല്ല എന്ന് കേട്ട അതേ കാത 6 പ്രാവശ്യം ഇല്ല 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 എന്ന് ആവർത്തിച്ച് കേട്ട കാത് ഇപ്പൊ കേൾക്കുക ഉണ്ടെന്ന്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സൂം മീറ്റിംഗ് കഴിയുമ്പോൾ ചിലപ്പോ സംഭവിക്കാൻ പോകുന്ന വിഷയമായി പറയുന്നു. 6 പ്രാവശ്യം കേട്ടു ഇല്ല ഇല്ല ഇല്ല. ആ ഇല്ല എന്ന് കേട്ട അതേ കാതിൽ ഉണ്ടെന്ന് കേൾക്കാൻ പോകും. ഇല്ലെന്ന് കേട്ട നിന്റെ കാത് ആ വിഷയം ഉണ്ടെന്ന് കേൾക്കാൻ പോകും. 2ാമത്തെ ദൂത് അതിന്റെ അകത്ത് ഇല്ല 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 എന്ന് 6 പ്രാവശ്യം പറഞ്ഞവൻ അതേ നാവ് കൊണ്ട് ഉണ്ടെന്ന് പറയുക. 2ാമത്തെ ദൂത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം. 6 പ്രാവശ്യം ഇല്ലെന്ന് പറഞ്ഞ അതേ നാവ് ഉണ്ടെന്ന് പറയുക. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരുപക്ഷെ ഹല്ലേലൂയ എവിടെയോ ആരൊക്കെയോ തടുത്തു വെച്ച് എതിരായി നിന്നവർ തന്നെ സ്തോത്രം നിങ്ങളെ നോക്കി ചിലപ്പോ ഹല്ലേലൂയ അത് സാങ്ഷൻ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുക. 3ാമത്തെ ചിന്ത, 6 പ്രാവശ്യം എവിടെ വിടുതൽ കണ്ടില്ലയോ, ഏത് സ്ഥലത്താണ് വിടുതൽ വെളിപ്പെടാത്തത്, 6 പ്രാവശ്യം എവിടെ നോക്കിയിട്ടാണ്, ഏത് സ്ഥലത്ത് നോക്കിയിട്ടാണ് വിടുതലില്ലെന്ന് പറഞ്ഞത്, അതേ സ്ഥലത്ത് വിടുതൽ വെളിപ്പെട്ടു. 3 കാര്യം ഞാൻ പറഞ്ഞു. ഇല്ലെന്ന് കേട്ട കാത് ഉണ്ടെന്ന് കേട്ടു, ഇല്ലെന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് വിടുതൽ വെളിപ്പെട്ടു. ഇതിൽ ഏത് വിഷയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്? ഈ പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ഞാൻ ദൂത് പറയുന്നു, നിരന്തരമായി ഈ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു ആശ്വാസം പ്രാപിക്കാൻ വേണ്ടി ഈ സന്ദേശത്തിന് മുമ്പിൽ ഇരിക്കുന്നവരുണ്ട്. ഒരു ആശ്വാസത്തിന് വേണ്ടി ദൈവാത്മാവ് നിങ്ങളെ ഉറപ്പിക്കുകയാണ്. നിന്റെ കാതിൽ ഇല്ലെന്ന് കേട്ടെടുത്ത് ഉണ്ടെന്ന് കേൾക്കാൻ പോകുക. നീ ഹല്ലേലൂയ ഇല്ല ഇല്ല എന്ന് നിന്റെ മുമ്പിൽ പറഞ്ഞ വ്യക്തി ഉണ്ടെന്ന് പറയാൻ പോകുക. ഒരു വിടുതലും കാണാൻ പറ്റാത്ത അതേ സ്ഥലത്ത് വിടുതൽ പൊങ്ങി വരാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ തകർച്ച കണ്ട്, കണ്ണീര് കണ്ട് സർവശക്തൻ ചെയ്യുന്നതാണ്, പ്രാർത്ഥനയുടെ മറുപടിയാണെന്ന് അറിഞ്ഞ് കർത്താവിനെ സ്തുതിക്കുക. എന്നെ ഏത് ഇടത്തിലും ഏത് സാഹചര്യത്തിൽ കേൾക്കുന്നവരോട് ഞാനത് ഹല്ലേലൂയ വളരെ വ്യക്തതയോടെ കൈമാറുക. നിങ്ങൾ വേദപുസ്തകം പഠിച്ച മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള വാക്യം എടുത്താൽ സ്തോത്രം വായിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. രക്തസ്രവക്കാരത്തിയായ സ്ത്രീയുടെ വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചന അല്ലെങ്കിൽ ദൈവം ചെയ്യാൻ പോകുന്ന വിഷയമായിട്ട് നിങ്ങൾ ഹല്ലേലൂയ അത് എടുക്കണം. സ്തോത്രം. ആ രക്തസ്രവക്കാരെ കുറിച്ച് നമുക്കറിയാം, ഒത്തിരി പ്രസംഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അതൊരു പ്രസംഗ വിഷയമാക്കുന്നില്ല. പക്ഷെ ആ സഹോദരിയോട് നിങ്ങൾ ചോദിച്ചാൽ അവളെ കുറിച്ച് പറയുന്നു, അവൾ ഹല്ലേലൂയ വളരെ പരവശയായ സ്ത്രീയാണ്, വളരെ പരവശയായി. അവളോട് ചോദിച്ചാൽ എന്റെ ഹൃദയത്തിന്റെ ചിന്ത ഞാൻ പറയാം, അവൾ എന്താ പരവശയായത്? അവളോട് ചോദിച്ചാൽ അവൾ പറയും, ആശ്രയം ഞാൻ പരവശയായത് രോഗം വന്നതുകൊണ്ട് മാത്രമല്ല. സ്തോത്രം. രോഗം വന്നത് മാത്രമല്ല കാരണം. എന്റെ ഒരു ചിന്തയാണ് ഞാൻ പറയുന്നത്. ഞാൻ പലരെയും വിശ്വസിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണമേ. ഒരുപക്ഷെ ബൈബിളിൽ അതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യമല്ല, ആത്മാവ് തരുന്ന ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ പലരെയും വിശ്വസിച്ചു. എന്താ അങ്ങനെ പറയാൻ കാരണം? അവളെ കുറിച്ച് പറയുന്നു, ഏറിയ വൈദ്യന്മാരാൽ ഏറിയൊന്ന് ചികിത്സിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ എന്റെ ചിന്ത ഇതാണ്, രോഗം വന്നപ്പോൾ അവൾ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു. അപ്പൊ അത് കേട്ട് ആരും അവളോട് പറഞ്ഞു, ഇന്നടുത്തൊരു ഡോക്ടർ ഉണ്ട്, നീ ചെന്നാൽ നിനക്കൊരു വിടുതൽ കിട്ടും. ആ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ അദ്ദേഹം ഒരു എമൗണ്ട് പറഞ്ഞു. അത് അവരുടെ കയ്യിലുള്ള സമ്പത്തിന്റെ ഒരു അംശം, അതേത് തരത്തിലാണെങ്കിലും അത് അവൾ ചെലവിട്ടു. മെഡിസിൻ മേടിച്ചു, കഴിച്ചു, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വിധേയമായി. പക്ഷെ സൗഖ്യം അത് ഉണ്ടായില്ല. അന്നേരം മറ്റൊരാൾ പറഞ്ഞു, നിനക്ക് അബദ്ധം പറ്റി, ഇന്ന സ്ഥലത്താണ് നീ പോകേണ്ടിയിരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഇന്നടുത്ത് പോയാൽ അവൾ അങ്ങോട്ട് ഓടി, അവിടെയും പോയി പൈസ ചെലവിട്ടു. സ്തോത്രം. അവസാനം ഭൂമി വിൽക്കാൻ തുടങ്ങി. പലരും മാറി മാറി പറഞ്ഞു, നിനക്ക് തെറ്റിപ്പോയി, ഇന്നടുത്താ നീ പോകേണ്ടത്, നീ ആ വഴിയാ സ്വീകരിക്കേണ്ടിയിരുന്നേ, അവിടെയാണ് നീ പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നടക്കുമായിരുന്നു. എല്ലാവരെയും വിശ്വസിച്ചു, പറഞ്ഞ വൈദ്യന്മാരെ വിശ്വസിച്ചു, ഉള്ളതെല്ലാം അവൾ ചെലവിട്ടു. ഇപ്പോൾ അവളുടെ അവസരങ്ങളെ ശ്രദ്ധിച്ചാൽ സ്തോത്രം, ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. നമ്മളൊരു കഥ വായിക്കുന്നത് പോലെ മറ്റാരുടെ കാര്യമായതുകൊണ്ട് ഒരു കഥ കേൾക്കുന്ന പോലെ കേൾക്കാതെ നമ്മുടെ ജീവിത അനുഭവത്തോട് ചേർന്ന് ചിന്തിച്ചാൽ ഈ അനുഭവമുള്ളവരുണ്ട്. പലരെയും വിശ്വസിച്ച് പലരും പറഞ്ഞതനുസരിച്ച് ചെയ്ത് ഇന്ന് തകർച്ചയിലിരിക്കുമ്പോൾ ആ സഹോദരിയോട് ചോദിച്ചാൽ അവർ പറയും, ഇന്നെനിക്ക് ആരുമില്ല. ഇന്ന് ആരും എന്നോട് അഭിപ്രായം പറയത്തില്ല. കാര്യം എന്താണെന്നറിയോ? എന്റെ ഒന്നും ഇല്ലെന്ന് അവർക്കറിയാം. ഇന്ന് ആരും അഭിപ്രായം പറയത്തില്ല. ഇനി ഞാൻ രക്ഷപ്പെടുമെന്ന് പറയാൻ ആരുമില്ല. കാരണം എല്ലാം തീർന്നു. അവള് പരവശയായി പോയി. ഇപ്പൊ ആളില്ല, കയ്യിലുള്ള പൈസ പോയി, സഹായം എല്ലാം നഷ്ടപ്പെട്ട് പരവശയായി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഹൃദയത്തിന്റെ മുറിവ് കിട്ടുന്ന കർത്താവിനെ കുറിച്ച് അവൾ കേട്ടു, അല്ലെങ്കിൽ അവൾ അറിഞ്ഞു. അവിടെ ചെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, വസ്ത്രത്തിന്റെ തൊങ്ങലിലോട്ട് തൊടുമ്പോൾ കർത്താവ് പറയാ, ശക്തി പുറപ്പെട്ടു.
എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞല്ലോ. അവിടെ ഹല്ലേലൂയ തടയപ്പെടാതെ ഒരു അഭിഷേകം ഈ തകർന്നവരുടെ മേൽ വ്യാപരിച്ചു. നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ ധ്യാനിക്കും. നമ്മുടെ സമയം മുമ്പിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ ആ സഹോദരിയുടെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. അവൾ അനുഭവിച്ച തണുപ്പ്, അവൾ അനുഭവിച്ച വിടുതൽ, അവൾക്ക് ഒരു ജോഡി വസ്ത്രം കൊടുത്താൽ, അവൾക്ക് അല്പം അരിയോ സാധനമോ കൊടുത്താൽ, അവൾക്ക് ഒരു ചെറിയ തൊഴിൽ കിട്ടിയാൽ ഒന്നും അവളുടെ മുറിവുണങ്ങത്തില്ല. അത് ഉണക്കാൻ പറ്റുന്ന ഒരേ ഒരു കർത്താവേ ഉള്ളൂ. സ്തോത്രം. ഏറിയ പേരുടെ സ്തോത്രം ഇടപെടലിൽ തകർന്നു പോയ ഹൃദയവും മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ ഉടഞ്ഞു പോയ അവളെ കർത്താവ് തൊട്ടിട്ട് സ്തോത്രം അവളെ തൊട്ട മാത്രം ശക്തി അവളിലേക്ക് ഒഴുകി. കർത്താവ് പറഞ്ഞു, എന്നെ ഒരാൾ തൊട്ടു. സ്തോത്രം, എന്നെ ഒരാൾ തൊട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സന്ദേശം കേൾക്കുമ്പോൾ കരയുന്ന നിന്നെ കർത്താവിന് വ്യക്തതയോടെ അറിയാം. ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിക്കുന്ന നിന്നെ കർത്താവിന് നന്നായിട്ട് അറിയാം. സ്തോത്രം. അതുകൊണ്ട് തന്നെ ശക്തി നിന്നിലേക്ക് പുറപ്പെടാൻ പോവുക. എന്നിട്ട് തിരിഞ്ഞ് അവളോട് പറഞ്ഞു, മകളെ, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമാകണം. വളരെ ഗൗരവത്തോടെ പറയേണ്ട വിഷയമാണത്. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമാകണം. എന്താ അതിന്റെ അർത്ഥം? നിന്നെ കരയിച്ച നിന്റെ ഹല്ലേലൂയ മുറിവിന് ആധാരം, നിന്റെ ഹൃദയം തകരാൻ, നിന്റെ ജീവിതം ആകമാനം ഉടഞ്ഞ് മനസ്സും ശരീരവും തകർന്ന്, വായിച്ച കുറുവാക്യം പോലെ ഹൃദയം മുറുങ്ങി മനസ്സ് തകർന്ന് വരാൻ ആധാരമായ ഒരു പൈശാചിക ശക്തി, ഒരു ബാധ അതിന്റെ അകത്തുണ്ട്. ഈ രാത്രി വളരെ സന്തോഷത്തോടെ നിങ്ങളോട് ഞാൻ പറയുന്നു, അങ്ങനെ ഒരു ബാധ നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് അതിന്റെ അന്ത്യമാണ്. കർത്താവ് നോക്കി പറയാനുള്ള ദൂത്, കേൾക്കുന്ന നിന്നോട് പറയാനുള്ള ദൂത്, മകനെ, മകളെ, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമാകാം. ഞാൻ പറയട്ടെ, ഒരു ഉയർച്ച നിന്റെ ഹൃദയത്തെ ആണ്ടുകൾ കൊണ്ട് വേദനിപ്പിച്ച് തകർത്ത് ഒന്നുമല്ലാതാക്കുന്ന നിന്റെ ജീവിത സാഹചര്യത്തെ നോക്കി ഏതോ ചില സാത്താന്യ ശക്തികൾ നിന്റെ വീടിൽ വാഴുന്നെങ്കിൽ, നിന്റെ ശരീരത്തിൽ വാഴുന്നെങ്കിൽ ചുമ്മാ കേട്ടിരിക്കരുത്. നിന്റെ ജോലിക്ക്, നിന്റെ നന്മയ്ക്ക് തടസ്സമായ ഒരു ബാധ ഉണ്ടെങ്കിൽ നീ സ്വസ്ഥത ഇല്ല, ഒരിക്കലും സ്വസ്ഥത അനുഭവിക്കത്തില്ല. ഞാൻ തെളിവോടെ പറയാം. നിന്റെ ജീവിതത്തിൽ ഏതൊക്കെയോ മേഖലകളിൽ എല്ലാം ഉണ്ടെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ, മക്കളെ കുറിച്ച് അസ്വസ്ഥത നിനക്കുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുണ്ട് വളർന്നു നല്ലതാ, പക്ഷെ അവർ നിമിത്തം അസ്വസ്ഥതകൾ വരുന്നു. ജോലി ഉണ്ട്, ശമ്പളമുണ്ട്, പക്ഷെ അസ്വസ്ഥതയാണ്. വീടുണ്ട്, എല്ലാം ഉണ്ട്, അതിനകത്ത് അസ്വസ്ഥതയാണ്, മാറുന്നില്ല എന്ന് നീ പറയുന്നെങ്കിൽ അസ്വസ്ഥമാക്കുന്ന ഒരുത്തനുണ്ട്. ഈ രാത്രി പരിശുദ്ധാത്മാവ് കരയുന്ന നിന്നോട് പറയാനുള്ളത്, ഈ ദൂതുമായി ചേർന്ന് പറയാനുള്ളത്, നിന്റെ മുറിവ് ഉണക്കേണ്ടതിന് ആ ബാധയെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ വീടിനെ നോക്കി, കേൾക്കുന്ന നിന്നെ നോക്കി പറയുക, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമാകുക. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നാളെയല്ല, ഈ സെക്കൻഡിൽ ചിലർ സ്വസ്ഥത അനുഭവിക്കത്തക്കവണ്ണം, ഈ ദിവസങ്ങളിൽ സ്വസ്ഥത അനുഭവിക്കത്തക്കവണ്ണം, ഏറിയ കാലം കൊണ്ട് നിന്നെ തകർത്ത ആ സാത്താന്യ ശക്തിയെ നീക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിടുതൽ അയക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ചിലരെങ്കിലും നിന്നോട് ചേർന്ന് പ്രതികരിക്കുന്നു. അവിടെ ജീവിതത്തിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരികയാണ്. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമാക. മുഖത്ത് നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, കാതിനകത്ത് കയറി ദൂത് പറയുന്നു, ഹൃദയത്തിനെ ഉറപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവം അത് പറഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ 12 വർഷത്തെ ചരിത്രമില്ല. പിശാച് പറഞ്ഞാൽ 12 ആണ്ടുകൊണ്ട് ഞാൻ ചെയ്യുന്നു, മാറത്തില്ലെന്ന് പറഞ്ഞാൽ മാറാതിരിക്കാൻ പറ്റത്തില്ല. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ അതിലാക്കുന്ന, എളിയവന്റെ പീഡ, ദരിദ്രന്റെ നിലവിളി നിമിത്തം, ദീർഘശ്വാസം നിമിത്തം എഴുന്നേൽക്കുന്ന ദൈവം അത് ചെയ്യാതെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞത് ഞാൻ വീണ്ടും കൈമാറുന്നു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ട് ഓടിച്ചൊരു വിഷയം കൂടെ പറഞ്ഞ് ഹല്ലേലൂയ, അത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും. സ്തോത്രം. യേശു സ്നേഹിച്ച ഭവനം, വാർത്തയുടെയും മറിയുടെയും ലാസറിന്റെ ഭവനം. ഞാൻ പറഞ്ഞല്ലോ, പ്രസംഗമായിട്ടല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. ഒരു ദൈവത്തിന്റെ ആലോചനയെ നിങ്ങൾ എടുക്കുക. ഏറ്റവും ദൈവം സ്നേഹിച്ചു. കർത്താവ് വന്നവർക്ക് അവിടെ താമസിക്കും. അത്ര സ്നേഹമുള്ള കുടുംബം. ആ സഹോദരിമാരുടെ പ്രത്യേകത, അനാഥനാണ്. ഈ സഹോദരൻ അനാഥനാണ്, അപ്പനും അമ്മയില്ല. ഇളയ സഹോദരനാണ് ഈ ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ. സഹോദരിമാര് മൂത്തത. ആ ഹാലയിൽ സഹോദരിമാരുടെ ഏക പ്രതീക്ഷയാണ് എന്റെ സഹോദരൻ ഒന്ന് വളർന്നു വന്നാൽ എനിക്കൊരു ആശ്വാസമാകും, സമൂഹത്തിൽ ഇറങ്ങി നടക്കാം, മറ്റുള്ളവർ പരിഹസിക്കത്തില്ല, അല്ലെങ്കിൽ അപമാനിക്കത്തില്ല, ഒരു ഉറപ്പ്, ധൈര്യം ഒരു സഹോദരൻ ഉണ്ടെന്നുള്ള. അവൻ വളർന്നു വരുന്നത് കാത്തിരുന്ന സഹോദര ജീവിതത്തിൽ, ആ സഹോദരന്മാരുടെ ജീവിതത്തിലാണ് വലിയ തിരിച്ചടി കിട്ടിയത്. എന്താ തിരിച്ചടി? രോഗം വന്നു. സ്തോത്രം. യേശുവിനെ അറിയിച്ചു, യേശു വന്നില്ല. ഞാൻ പറഞ്ഞത് ഒത്തിരി വിശദീകരിക്കേണ്ട കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ആവശ്യമായ ആ ചിന്ത ഞാൻ പറയട്ടെ. യേശു വന്നില്ല, ആ മകൻ ഭാരതീയ മരണപ്പെട്ടു. സ്തോത്രം. മരണപ്പെടുമ്പോൾ പ്രാർത്ഥിച്ച ഭവനമല്ലേ, യേശു വന്ന ഭവനമല്ലേ. എന്റെ ചിന്ത, നാട്ടിലുള്ളവരല്ല കളിയാക്കി, എന്തിയടി നിന്റെ യേശു, ഭയങ്കര ബൈബിൾ ക്ലാസ് ആണല്ലോ, നീ ഭയങ്കര പ്രസംഗമാണല്ലോ, സിംഗിച്ചിക്കാണല്ലോ, എപ്പോഴും പ്രാർത്ഥനയാണല്ലോ, ബൈബിളും കൊണ്ട് പള്ളിയിലേക്ക് ഓട്ടമാണല്ലോ, ആരാധനയാണല്ലോ, പ്രാർത്ഥനയാണല്ലോ. യേശു വന്നാൽ നിന്റെ വീട്ടിലല്ലേ വരത്തുള്ളൂ. അസൂയുള്ള മനുഷ്യരൊക്കെ അങ്ങനെ
പറയാൻ സാധ്യതയുണ്ട്. നമ്മൾക്കൊക്കെ അറിയാം, ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, ഈ ദൂത് പറയുന്ന എന്റെ ജീവിതത്തിൽ വന്നാൽ എന്താണ് നാട്ടുകാരുടെ പ്രതികരണം, കൂട്ടുവിശ്വാസികളുടെ, സഹവിശ്വാസികളുടെ പ്രതികരണം, കൂടെ ജോലി ചെയ്യുന്നവരുടെ പ്രതികരണമൊക്കെ നമുക്കറിയാം. വല്ലാതെ നമ്മുടെ മനസ്സിനെ തകർക്കുന്നു. അങ്ങനെ ഒരുപാട് കുത്തുവാക്കുകളൊക്കെ സഹോദരിമാര് കേട്ടു എന്ന എന്റെ വിശ്വാസം. യേശു കർത്താവ് വന്നില്ല, സ്തോത്രം. ചിലരൊക്കെ അതിനകത്ത് പറഞ്ഞ ദൂത് എന്താണെന്ന് അറിയാമോ? ആ ശാപം പിടിച്ച വീട്. ഞാനിത് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, പ്രസംഗിക്കാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ആശയമുണ്ട്. ഞാൻ ഹല്ലേലൂയ പ്രവചനാത്മാവിൽ പറയുക, ശാപം പിടിച്ച വീടാത്. കാരണം കണ്ടോ, ആൺതലമുറ വാഴുന്നില്ല, അപ്പനില്ല, ഇപ്പൊ സഹോദരൻ പോയി, ശാപമാണ്. അവർ ഒന്നൊന്നായിട്ട് തകരുക, ശവപ്പെട്ടികൾ പോവുക, തകരുക കുടുംബം, അതൊരു ശാപമാണ്. ഇത് പറയുന്ന എല്ലാ കാലത്തും ആളുണ്ട് കേട്ടോ. നിന്റെ തകർച്ച നോക്കിയിട്ട് എന്തോ പാപമാണ്, നിന്റെ പാപമാണ്, അല്ലെങ്കിൽ ശാപമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ട് ഒരു അർത്ഥവുമില്ലല്ലോ. സ്തോത്രം. എന്നാൽ 4-ാം ദിവസം യേശു കർത്താവ് വന്നു. നിങ്ങൾ പറ, ആ വീട്ടിൽ അവരുടെ ബന്ധു ചർച്ചക്കാർ ആരുണ്ടെങ്കിൽ പറയുന്ന വാക്കുകളും ഒന്നും ആശ്വാസമാകത്തില്ല, ഒന്നും ആശ്വാസമാകത്തില്ല അവരുടെ ജീവിതത്തിൽ. ഈ ഹൃദയത്തിന്റെ പുറം ആയുസ് തീർന്നതിന് ഉണങ്ങത്തില്ല സഹോദരിമാർക്ക്. പക്ഷെ നമ്മുടെ ദൈവം ഹൃദയം തുടങ്ങിയാൽ സമീപത്ത് വന്ന് മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നുണ്ട്. യേശു വന്ന് ചോദ്യം, എവിടെയാണ് സ്തോത്രം നിന്റെ തകർച്ചയുടെ വിഷയം? നമ്മുടെ പ്രസംഗ വിഷയമായിട്ട് ഞാൻ പറയുന്നു, നിന്റെ നീറുന്ന ഹൃദയം നീറിപ്പുകയുന്ന നിന്റെ വേദനയുടെ വിഷയം എവിടെയായിരിക്കും? അതാ എനിക്ക് അറിയേണ്ടത്. എന്താ നിന്റെ വിഷയം? ഏതാ നിന്റെ ഹൃദയത്തിന്റെ തകർച്ച പോകുന്നത്? അല്ലെ നിന്റെ ഹൃദയം മറ്റാരോടും പറയാം, ദീർഘശ്വാസം വിട്ട് ഇനി എന്റെ ജീവിതത്തിൽ ഒരു കാലത്തും സ്വസ്ഥത ഞാൻ അനുഭവിക്കത്തില്ല, ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടത്തില്ല, ഒരിക്കലും ഞാൻ ഇനി പഴയതുപോലെ ചിരിക്കത്തില്ല, ഒരിക്കലും എനിക്കിനി പണ്ടത്തെ പോലെ പാടാൻ പറ്റത്തില്ല, ഒരിക്കലും എനിക്ക് പണ്ടത്തെ പോലെ പ്രസംഗിക്കാൻ പറ്റത്തില്ല, ആ കണക്ക് തകർന്നു കഴിഞ്ഞു എന്ന് നീ തന്നെ വിധി എഴുതിയാൽ നിന്റെ വിഷയം എവിടെയാണ്? അവര് പറഞ്ഞു, നാറ്റം വെച്ചു കർത്താവേ. യേശു പറഞ്ഞു, സാരമില്ല, കാരണം നിന്റെ മുറിവ് ഉണക്കാതെ മുമ്പോട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല. ഇവിടെ മാർത്തയോ മറിയോ ലാസറോ അല്ല വിഷയം, നീയും ഞാനുമാണ് വിഷയം. വചനം പറയുന്നു, ഞാനും നീയുമാണ് വിഷയം. കർത്താവ് പറയുന്നു, എവിടെയാണ് നിന്റെ പ്രശ്നം? അവർ പറഞ്ഞു, കല്ലറയ്ക്കകത്തിരിപ്പുണ്ട്. ഒറ്റവിളി അവരെ തകർത്ത അവരുടെ ഹൃദയത്തിന്റെ വേദന കീറുമുറിയുന്നത് പോലെ ഉലകത്തിൽ ഒരു മനുഷ്യനും കെട്ടാൻ പറ്റാത്ത പിടയുന്ന അവരുടെ ഹൃദയത്തിന്റെ വേദന തൽക്ഷണത്തെ മാറ്റിക്കൊണ്ട് എന്റെ കർത്താവ് വിഷയത്തെ തൊട്ടു. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ എനിക്ക് പ്രസംഗിക്കാനല്ല, എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു, എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവാ. കഴിഞ്ഞു പോയി ഒരിക്കലും എനിക്ക് ആശ്വാസം ആ വിഷയത്തിൽ കിട്ടത്തില്ലെന്ന് നീ പറഞ്ഞാൽ സംശയിക്കാതെ ഈ രാത്രി കർത്താവിനോട് പറയുകയും, ഇന്ന വിഷയത്തിന്റെ അകത്ത് ആ തകർന്ന ഇടത്ത് നീ വചനം പോലെ ഒന്ന് തൊട്ടെങ്കിൽ എനിക്കൊരാശ്വാസം വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഹല്ലേലൂയ. ഏറ്റവും തകർന്ന ഒരു മനുഷ്യനും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത വിഷയമാണെങ്കിലും കർത്താവ് അത് ചെയ്ത് നിന്നെ ആശ്വസിപ്പിക്കും. അവിടെ ആ മരണ വീട്ടിൽ ഒത്തിരി പേര് വന്നത് സാരമില്ല സഹോദരി എന്ന് പറയാൻ, സാരമില്ല സഹോദര എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇതൊക്കെ നാട്ടു നടപ്പാണ്, നമ്മൾ സഹിച്ചല്ലേ പറ്റൂ, അതേ നമുക്കും എനിക്കും പറയാൻ പറ്റും. പക്ഷെ യേശു വന്നാൽ അതിനല്ല. ഞാനിത് പറയും, അതേ എനിക്ക് പറ്റത്തുള്ളൂ. പക്ഷെ ഈ പറയുന്ന യേശു കർത്താവിന്റെ അടുക്കൽ വരുന്നത് അതിനല്ല. സ്തോത്രം. ഒരു ക്രിയ കൂടെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, വാക്ക് പറഞ്ഞ് ആശ്വാസം പറഞ്ഞു പോകാൻ അല്ല കർത്താവ് സന്ദേശത്തിൽ നിൽക്കുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, 7 ദിവസങ്ങൾക്കകത്ത് നിങ്ങൾ ചില ഹല്ലേലൂയ നന്മ കാണും. അത് ദൈവം എന്റെ ഹൃദയത്തിൽ ആവർത്തിച്ച് തരുന്ന ചിന്തയാണ്. ഇതുപോലെ ഉള്ള ഹല്ലേലൂയ വിഷയങ്ങൾ. നയനിലൊരമ്മ കരഞ്ഞുകൊണ്ട് വരുന്നത് നമുക്കറിയാം. വേദപുസ്തകം പഠിക്കാൻ സമയം എത്തുന്നത് കൊണ്ട് എനിക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കണം. ഒരു വാക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചല്ല നമ്മൾ തുടങ്ങിയത്. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം. കണ്ണുനീരോടെ ഇരിക്കുന്നവർ എന്റെ മുമ്പിലുണ്ടല്ലോ. കർത്താവിന്റെ വിടുതൽ വരും. എനിക്ക് വ്യക്തികളോടാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ തിരിച്ചറിയുന്നു. പേര് പറഞ്ഞ് വിരൽ ചൂണ്ടിയൊന്നും പറയുന്നില്ല. പക്ഷെ വ്യക്തികളോടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നയനിലെ വിധവ കരഞ്ഞു വിളിച്ചുകൊണ്ട് വരികയാണ്. ഏക മകൻ സ്തോത്രം മരിച്ചുപോയി. ഭർത്താവ് നേരത്തെ മരിച്ചു. ആവർത്തിച്ച് ഞാൻ പറയാം, അവളെ നോക്കിയും നാട്ടുകാർക്ക് മൊത്തം അടക്കം പറയാൻ പറ്റുന്ന വിഷയം. സ്തോത്രം. ഞാൻ കേട്ടിട്ടുള്ള വിഷയങ്ങളും കൂടിയാണ്. ആണ് വാഴത്തില്ല ഭവനത്തിൽ തകർന്നു കൊടുന്നോ കണ്ടോ, പുരുഷന്മാർ ഓരോന്നായി പോകുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരേ അനുഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ ഒരേ അനുഭവങ്ങൾ, ഒരേ തകർച്ച, ഒരേ കണ്ണുനീര് ആവർത്തിക്കുന്നുണ്ടോ? ഭർത്താവ് മരിച്ചത് നിമിത്തം കരഞ്ഞു വിളിപ്പോൾ മകൻ മരിച്ചത് നിമിത്തം കരഞ്ഞുകൊണ്ട് വരുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, യേശു അങ്ങോട്ട് ചെന്നു. തകർന്ന സഹോദരിയുടെ കണ്ണുനീരൊപ്പാൻ ആർക്കെങ്കിലും പറ്റൂ? ആർക്കും കഴിയത്തില്ല. പക്ഷെ എന്റെ കർത്താവ് ഹൃദയം തകർന്നവന് മുറിവ് കെട്ടാൻ അഭിഷേകം പ്രാപിച്ചവനായതുകൊണ്ട് കർത്താവിനത് പറ്റും. സ്തോത്രം. കർത്താവ് ചെന്ന മഞ്ചത്തെ തൊട്ടെ, ശവത്തെ തൊട്ടിൽ ഒത്തിരി അർത്ഥമുണ്ട്. ശവം തൊട്ടാൽ അശുദ്ധമാകും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ചിന്ത, മഞ്ചത്തെ തൊടുമ്പോൾ എന്റെ ചിന്ത കർത്താവ് പറഞ്ഞത് അല്ലെങ്കിൽ കർത്താവ് ചെയ്ത ഒരു കാര്യം ഇതായിരിക്കാം. മേലാൽ അകാരണമായി മഞ്ചം ആ വീട്ടിൽ നിന്ന് പൊങ്ങരുത്. ആ ശവപ്പെട്ടി ഇനി അകാരണമായി സമയത്തിന് മുമ്പേ പൊങ്ങരുത്. സ്തോത്ര. ഇനി ആ വിഷയം ആ വീട്ടിൽ വേണ്ട. എന്ന് പറഞ്ഞാൽ ആ ശാപവിധി ആ വീട്ടിൽ വേണ്ട. ആ ശാപവിധി ആ വീട്ടിൽ വേണ്ട.
ദൈവത്തിന്റെ സമയത്തല്ലാതെ ഒരു ബോഡി അവിടെ നിന്ന് പൊങ്ങരുത്, ഈ മഞ്ചവും കൊണ്ട് ഒരുക്കനും ഇനി പുറത്തോട്ട് നടക്കണ്ട എന്ന് യേശു കർത്താവ് പറഞ്ഞു എന്ന എന്റെ ചിന്ത. സ്തോത്രം. എന്തായാലും ആ മോനെ എഴുന്നേൽപ്പിച്ച് അമ്മയുടെ കൈ കൊടുക്കുമ്പോൾ നമുക്കൊക്കെ പറയാൻ പറ്റുന്നതിനേക്കാൾ, ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിട്ട് അവരുടെ ഹൃദയത്തിൽ വന്ന ആശ്വാസം. നിങ്ങൾ ശ്രദ്ധിക്കണേ പ്രിയരെ. ഹൃദയം തകർന്നൊരു മുറിവ് കെട്ടുന്ന വാക്യം കാണാതെ പഠിക്കാനല്ല നമ്മൾ ഈ പ്രസംഗിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഹൃദയത്തിന്റെ അകത്ത് അതേ ആശ്വാസം വരാൻ പോവുക. പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നതിന്റെ അകത്ത് അതേ ആശ്വാസം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരപ്പെടാൻ പോവുക, പകർന്ന് തരാൻ പോവുക. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ അത് ആഗ്രഹിച്ച് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്? ഒരുപക്ഷെ ഒരു മനുഷ്യനും നമ്മുടെ